വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കാൻ സിബിഐ സംഘം വയനാട്ടിലെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സിബിഐ കൽപ്പറ്റ ഡിവൈഎസ്പിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വയനാട്ടിലെത്തിയ സംഘം അധ്യാപകരുടെ അടക്കം മൊഴിയെടുക്കാനാണ് സാധ്യത. വിവരങ്ങളുമായി അർജുൻ ഉണ്ട് നമ്മളോടൊപ്പം. അർജുൻ, വിവരങ്ങൾ. അതിന് അല്പസമയം മുമ്പാണ് സിബിഐ സംഘം ഇത്തരത്തിൽ വയനാട്ടിലെത്തിയത്. വയനാട്ടിലെത്തിയ സംഘം വയനാട് എസ് പിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഈ സിബിഐ സംഘം എത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ വയനാട്ടിലെ ഡിവൈഎസ്പിയെ വിളിച്ചു വരുത്തി കണ്ണൂരിൽ വെച്ച് ഇവർ കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പൊതുവെ ഇവർ അന്വേഷിക്കുക ഗൂഢാലോചന, എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ, ഇത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും സിബിഐയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുക. നേരത്തെ തന്നെ സിബിഐക്ക് അന്വേഷണം കൈമാറുന്നതിൽ സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിരുന്നു. ഇത് സിദ്ധാർത്ഥിന്റെ പിതാവ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കാലതാമസം വരികയും പിന്നീട് സിബിഐക്ക് കൈമാറിയപ്പോൾ കൃത്യമായ റിപ്പോർട്ടുകൾ കൈമാറിയില്ല, തെളിവുകൾ കൃത്യമായി നൽകിയില്ല എന്നുള്ളതടക്കം പിതാവ് ആരോപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പിന്നീടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ സിബിഐക്ക് അന്വേഷണത്തിന് നൽകിയത്. ഇതിനുശേഷമാണ് സിബിഐക്ക് അന്വേഷണ ചുമതല നൽകിയത്. അതിനുശേഷമാണ് സിബിഐ ഡൽഹിയിലുള്ള സിബിഐ സംഘം കണ്ണൂരിലെത്തുകയും ഇത്തരത്തിൽ ഡിവൈഎസ്പിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ എസ് പിയുമായി, അതായത് വയനാട്ടിലെത്തി എസ് പിയുമായി ചർച്ച നടത്തുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ സിദ്ധാർത്ഥ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത്. അതായത് സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. പിന്നീടാണ് മനസ്സിലാകുന്നത് ഈ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതായി കണ്ടെത്തുകയും 3 ദിവസം തുടർച്ചയായി മർദ്ദിച്ചതായി കണ്ടെത്തുകയും ചെയ്തത് SFI നേതാക്കൾ അടക്കമുള്ളവരെ ഇതിൽ പ്രതികളാക്കുകയും ചെയ്തിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി, സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് 3 ദിവസം മർദ്ദിക്കുകയും വെള്ളം പോലും നൽകാതെ ഒരു മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഇത്തരത്തിൽ മരിച്ച നിലയിൽ സിദ്ധാർത്ഥിനെ കണ്ടെത്തുന്നത്. വ്യക്തമാണ്. അർജുനാണ് വിശദ വിവരങ്ങൾ നൽകിയത്.